നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം പുറപ്പെട്ടു. വ്യോമസേനയുടെ C-130J വിമാനമാണ് കുവൈറ്റിലേക്ക് തിരിച്ചത്. നാളെ രാവിലെ 8:30-യോടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹവും കൊച്ചിയിലാണ് എത്തിക്കുക. നിതിൻ അംബുജൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, വ്യോമസേന വിമാനം പുറപ്പെട്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, രാത്രി 10 മണിയോടുകൂടിയാണ് ഹിൻഡൻ വ്യോമത്താവളത്തിൽ നിന്നും വ്യോമസേനയുടെ C-130J ഹെർക്കുലീസ് വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെട്ടത്. ഏതാണ്ട് 2 മണിയോട് തന്നെ കുവൈറ്റിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാകും മൃതദേഹങ്ങൾ നാട്ടിലെത്തുക എന്ന് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എപ്പോൾ മൃതദേഹം കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിരുന്നില്ല. പ്രത്യേകിച്ചും തിരിച്ചറിയാൻ പറ്റാത്ത നിരവധി മൃതദേഹങ്ങൾ. എന്തായാലും DNA പരിശോധന നടത്തിയ ശേഷം മാത്രമേ അത്തരം നടപടിയിൽ കടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പരിശോധനയിൽ അങ്ങനെ പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8:00 തന്നെ മലയാളികളുടെ മൃതദേഹം കൊച്ചിയിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതായത് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ കുവൈറ്റിൽ മരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ മൃതദേഹം എന്ന് ഡൽഹിയിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വ്യക്തമായിട്ടില്ല. ആദ്യ വിമാനം കൊച്ചിയിൽ നാളെ 8:00 എത്തുമെന്നാണ് ഇപ്പോൾ വിദേശ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഹിൻഡൻ വ്യോമത്താവളത്തിനും ആദ്യ വിമാനം ഇപ്പോൾ കുവൈറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിതിനി, ഔദ്യോഗികമായി എത്രയാണ് മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം? 46 എന്നാണോ? ഉമേഷ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 45 എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പങ്കുവച്ചിരിക്കുന്നത്. അതിൽ തന്നെ 45 ഇന്ത്യക്കാരുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ഇന്ത്യക്കാരാണ്. അതിൽ ഏറ്റവും കൂടുതൽ പേർ മലയാളികളാണെന്നതേറെ എന്ന വിവരവും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇനി മരണസംഖ്യ ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിദേശകാര്യ മന്ത്രാലയം അത്രയും കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടും. നേരത്തെ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം 40 മരണമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീടാണ് ഇതിൽ മരണസംഖ്യ 49 ഉയരുകയും അതിൽ 45 പേർ ഇന്ത്യക്കാരാണെന്ന വിവരം പങ്കുവച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മരണസംഖ്യ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു ആശങ്ക എന്തായാലും പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 45 ആണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 8:30-യോടെയാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം അതിവേഗം വീടുകളിൽ എത്തിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇതിനിടെ ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹവുമായി പോകുന്ന ആംബുലൻസുകൾക്ക് പോലീസ് അകമ്പടിയുണ്ടാകും. കുവൈറ്റിലെ ദുരന്തമുഖത്തേക്കുള്ള മന്ത്രി വീണ ജോർജിന്റെ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. വിമാനത്താവളത്തിൽ ഏറെ നേരം കാത്തിരുന്ന ശേഷം മന്ത്രി മടങ്ങി. ദുരന്ത സമയത്ത് കേന്ദ്രം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് ശരിയായില്ലെന്ന് മന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തി. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരെ മറ്റൊരു രാജ്യത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ വേദനയിൽ ഒരു സർക്കാർ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ, അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചത്. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ശ്യാംകുമാറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇതിനെന്താണ് അനുമതി നൽകാത്തതിന് കാരണം എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ടോ? ശ്യാംകുമാർ. ഉന്മേഷ, ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജ് തന്നെ പറയുന്നത് അതിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും അവസാനം വരെ ചെക്ക് ചെയ്യുന്ന സമയത്തിന് ഏറ്റവും അവസാനം വരെ അത്തരത്തിലൊരു അനുമതി ലഭിക്കുമെന്ന് ആണ് സംസ്ഥാനം പ്രതീക്ഷിച്ചത്. ചീഫ് സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓരോ ഫയലുകളും കൃത്യമായി നീക്കുകയും അവസാനം വരെ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനം പോലും അനുമതി നൽകിയില്ല. പക്ഷേ ഈ അനുമതി നൽകാത്തതിന്റെ കാരണം എന്തെന്ന് പറയാൻ പോലും കേന്ദ്രം തയ്യാറായില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ മരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടാകണമെന്ന് സംസ്ഥാനം തീരുമാനിച്ചത്. പക്ഷേ ഈ ഒരു ദുരന്ത സമയത്തും കേന്ദ്രം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അതുതന്നെയാണ് മന്ത്രിയും ആവർത്തിച്ചത്. ദുരന്തം ഒരു മുഖത്തായതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതുകൂടി മന്ത്രി വ്യക്തമാക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ഇടപെടലാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. ശ്യാംകുമാർ തുടരുക. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശ്യാംകുമാറിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. പന്തീരാങ്കാവുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത ഇപ്പോൾ വരുന്നത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മൊഴിമാറ്റിയ പരാതിക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തത്. യുവതിയെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. ശ്യാം, എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്?
പക്ഷേ നേരത്തെ തന്നെ ഈ പെൺകുട്ടി ഡൽഹിയിലുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അവിടെ നിന്നാണ് ഈ പെൺകുട്ടി മൊഴിമാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വീഡിയോയും പിന്നീട് തുടർന്ന് 2 വീഡിയോകളും അപ്ലോഡ് ചെയ്തത്. അതും പോലീസ് കണ്ടെത്തിയതോടു കൂടിയിട്ടാണ് പെൺകുട്ടിയിലേക്ക് ഒരു സംഘം കേരള പോലീസ് സംഘം ഡൽഹിയിലെത്തിയത്. അതിന് തൊട്ടു പിന്നാലെ പെൺകുട്ടി ഇന്ന് വൈകിട്ട് 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു. ഇവിടെ നിന്നാണ് വടക്കേക്കര പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളതിൽ അച്ഛന്റെ പരാതി നിലവിലുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി പെൺകുട്ടിയെ നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. തുടർന്ന് പെൺകുട്ടിയെ വീട്ടുകാർക്കൊപ്പം വിട്ടയക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഒരുപക്ഷെ വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യമില്ല എന്ന് പെൺകുട്ടി അറിയിക്കുകയാണെങ്കിൽ പെൺകുട്ടിക്ക് സ്വന്തമായി മടങ്ങാനുള്ള അനുമതിയും പോലീസ് നൽകും. ഏതായാലും ഇപ്പോൾ കാണാനില്ല എന്നുള്ള പരാതിയിലാണ് പോലീസ് ആ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ആ പരാതിയിലുള്ള നടപടിയാണ്. ഈ മൊഴിമാറ്റം എങ്ങനെ സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലുകൾ അതൊന്നും ഇതിന്റെ ഭാഗമായി നടക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ? തീർച്ചയായും അത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട പുതിയ ഒരു നടപടികളിലേക്കും മൊഴിയെടുക്കലിനോ ചോദ്യം ചെയ്യലിനോ സാധ്യതയില്ല. നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള അച്ഛന്റെ പരാതിയിലാണ് ആ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആ കേസിലാണ് നാളെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ പെൺകുട്ടിയെ ഹാജരാക്കുക. ഉന്മേഷ്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പന്തിരാങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ആ പരാതിക്കാരി ഇപ്പോൾ ആ പെൺകുട്ടിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു പെൺകുട്ടിയെ കാണാനില്ല എന്ന്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തിയപ്പോഴാണ് പോലീസിന്റെ നടപടി. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കുവൈറ്റിലെ ലേബർ ക്യാമ്പ് തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45. ഇതിൽ 23 പേർ മലയാളികളാണ്. 9 പേർ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കുവൈറ്റിലെ മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. 45 ഇന്ത്യക്കാർ മരിച്ചു. 23 പേർ മലയാളികളെന്ന് സ്ഥിരീകരണം. തിരിച്ചറിയാനുള്ള 3 പേരിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് സംശയിക്കുന്നതായി നോർക്ക സിഇഒ അജിത് കൊളാശ്ശേരി പറഞ്ഞു. 3 പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ്. പരുക്കേറ്റ 9 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ളാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി നൌഫൽ 24നോട്. ഉറങ്ങുമായിരുന്നു. ഉറക്കത്തൊരു 4:30 മണിക്ക് പുലർച്ചക്ക് 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. കുവൈറ്റിൽ എത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകും. പരുക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. വ്യവസായികളായ MA യൂസഫലി, രവി പിള്ള എന്നിവരും സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലിയും നൽകുമെന്ന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് വ്യക്തമാക്കി. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക് 24. കുവൈറ്റ് മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തം കേരളത്തെ ആകെ കണ്ണൂരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 9 പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. 2 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ കുഞ്ഞിക്കേളുവിന്റെ സ്വപ്നങ്ങൾ തീയിൽ എരിഞ്ഞമർന്നു. കഴിഞ്ഞ ഓണത്തിനാണ് കുഞ്ഞിക്കേളു അവസാനമായി നാട്ടിലെത്തിയത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 15 വർഷത്തിന് മുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കുമ്പോഴേ 95 കാലഘട്ടം 94 കാലഘട്ടത്തിൽ മുതലേ അദ്ദേഹം ഗൾഫിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. പിന്നെ ഈ കുവൈത്തിലേക്ക് ഒരു 10-15 വർഷത്തിന് മുകളിലായി കുവൈത്തിൽ ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. 10 വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ചർക്കള സ്വദേശി രഞ്ജിത്ത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശത്തിനാണ് ഒടുവിൽ നാട്ടിലെത്തിയത്. അടുത്ത വരവിന് വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ. 5 ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയ തൃശൂർ ചാവക്കാട് സ്വദേശി തെക്കൻ പാലയൂരിലെ ബിനോയ് തോമസിന്റെ മരണവും സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശികളായ MP ബാഹുലയന്റെയും KP നൂഹിന്റെയും വിയോഗ വാർത്ത നാടിനെ ഞെട്ടിച്ചു. തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിനിടെ പുകശ്വസിച്ചാണ് KP നൂഹിന്റെ മരണം. 2 മണിക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അതുവരെ അന്വേഷിച്ചിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല. ആളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ അവർ ഇങ്ങനെ കുറേ മോർച്ചൽ ഉണ്ടായിട്ട് മോർച്ചിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. അവിടെ പോയി നോക്കിയപ്പോഴാണ്, ഫോട്ടോ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പം വന്നിട്ടൊരു 4 മാസമായി വന്നു പോയതാണ്. കോട്ടയം ജില്ലക്കാരായ 3 പേരും അപകടത്തിൽ മരിച്ചു. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം മാത്യു, ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്റ്റെഫിന്റെ മരണം. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിനും അപകടത്തിൽ ജീവൻ നഷ്ടമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഉറ്റവരുടെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്. 20 വർഷത്തിലധികമായി വിദേശത്ത്. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ +2-നും പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. പത്തനംതിട്ടക്കാർ തന്നെയാണ്, പിന്നെ കൂടുതലും മലയാളികളുള്ള ഒരു കമ്പനിയാണ്. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ ആകസ്മിക വിയോഗം. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസം. കുടുംബത്തിന്റെ ഏക ആശ്രയവും 32-കാരനായ ഈ ചെറുപ്പക്കാരൻ. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ മരണം എങ്ങനെ ഭാര്യയും മക്കളെയും അറിയിക്കുമെന്ന വിഷമത്തിലാണ് ബന്ധുക്കൾ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും വിളിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പോകുന്നില്ല എന്നുള്ളൊരിതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ കുറച്ചെന്തോ തീരാനുണ്ട്. അവിടുന്ന് പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് പഞ്ചാബിൽ പഠിക്കുന്ന മകൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരണം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ ടി എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 24 പത്തനംതിട്ട. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 3 പേർ കൊല്ലം ജില്ലക്കാരാണ്. ശൂരനാട് സ്വദേശി ഷമീർ, ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ജില്ലക്കാരായ 3 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മരണവിവരമാണ് ആദ്യം അറിയുന്നത്. 6 വർഷമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമീർ 9 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നത്. കല്യാണം കഴിഞ്ഞതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കുള്ള യാത്ര. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച നാട്ടിൽ വരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഷമീറിനെ തേടി ദുരന്തമെത്തിയത്. കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ് മരിച്ചെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഇതുവരെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ലൂക്കോസ് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെയാണ് അപകടത്തിൽ ജീവൻ നഷ്ടമാവുന്നത്. വൈകിട്ട് ബാംഗ്ലൂരിലൊരു ടെസ്റ്റിന് അമ്മയും മോളും കൂടെ പാനായിട്ട് ബസ്സെല്ലാം ബുക്ക് ചെയ്ത് പാനായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴത് ദുരന്തം ബന്ധപ്പെട്ട് അടുത്ത മാസം അവളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വരും. എല്ലാ ഇയറിലും വരും. വർഷത്തിൽ ലീവുണ്ട്. 29 വയസ്സുകാരൻ പുനലൂർ സ്വദേശി സാജൻ ജോർജ് 1 മാസം മുമ്പാണ് കുവൈറ്റിൽ ജോലിക്കെത്തിയത്. ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറായി മകന് ജോലി കിട്ടിയതിന്റെ സന്തോഷം കെട്ടടങ്ങും മുമ്പാണ് അവന്റെ മരണവിവരവും മാതാപിതാക്കളെ തേടിയെത്തുന്നത്. താമസിക്കുന്ന സ്ഥലത്താണ് നടന്നത്. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഫോണൊന്നും എടുത്തില്ല, ആരും എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധു അവിടെ ഉണ്ട്, പുള്ളി അനിയൻ അച്ഛനാണ്. പുള്ളിയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ തിരിച്ചു വിളിച്ചാൽ പുള്ളി ഫോൺ എടുത്തില്ല. അപ്പം മനസ്സിലായി ഞാൻ അടുത്ത 1.5 മാസമായി പോയിട്ട്. അവൻ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവർ കമ്പനി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി ഉത്തരവാദിയായുള്ളൂ. മെച്ചപ്പെട്ട വേതനവും ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കടൽ കടന്ന 3 പേരും കുവൈറ്റിൽ എത്തുന്നത്. സ്വപ്നം ബാക്കി നിർത്തിയാണ് 3 പേരുടെയും യാത്ര. 24
കൊല്ലം. വീടെന്ന വലിയ സ്വപ്നം പൂർത്തിയാക്കാതെയാണ് പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ യാത്രയായത്. വർഷങ്ങളോളം വാടക വീട്ടിൽ കഴിഞ്ഞ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച വീടിന്റെ പണി അവസാന ഘട്ടത്തിലായിരുന്നു. അടുത്ത മാസം ഗൃഹപ്രവേശത്തിനും വിവാഹത്തിനുമായി നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് മരണം സ്റ്റെഫിനെ തേടിയെത്തിയത്. പ്രവാസ ജീവിതത്തിലേക്ക് വിമാനം കയറുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വിങ്ങലായി ഉണ്ടായിരുന്നത് വീടെന്ന സ്വപ്നമായിരുന്നു. ജോലിയിൽ കാലുറപ്പിച്ചപ്പോൾ തന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയ ആ സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വിയോഗമുണ്ടാകുന്നത്. വീട് പണി ഇപ്പം അവന് ഓഗസ്റ്റ് വരാനായിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് കയറി താമസം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പോരാനായിട്ട് അവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോരാനായിട്ടിരിക്കുകയാണ്. വീട് പണി ഇപ്പോൾ അതിൻ്റെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക, അവസാന ഘട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണാലോചന ഉണ്ടായിരുന്ന ഒരു നല്ല കേസ് വന്നാൽ നടത്തണമെന്നുള്ള രീതിയിൽ പിന്നെ കയറി താമസം. എൻ്റെ കൂടെ ആയിട്ട് ഇപ്പം 13 വർഷമായി. നല്ല പിള്ളേരായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇനി പഠിക്കാനാണെങ്കിലും ഭയങ്കര ബ്രൈറ്റായിരുന്നു. അവിടെ മറ്റേ സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ ഭയങ്കര ബ്രൈറ്റായിരുന്നു. പാമ്പാടിയിലെ വാടക വീട്ടിൽ മാതാപിതാക്കൾ മകന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത മാസം മകൻ എത്തുമ്പോൾ പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാമെന്നാണ് കരുതിയിരുന്നത്. 25 വർഷം മുൻപ് അയ്മനത്ത് നിന്നും പാമ്പാടിയിലെത്തിയ അച്ഛൻ സാബുവും അമ്മ ഷർലിയും വാടക വീടുകളിലാണ് താമസിച്ചിരുന്നത്. ലഭിക്കുന്ന വരുമാനം കൊണ്ട് 3 ആൺമക്കളെയും പഠിപ്പിച്ചു. സ്റ്റെഫിന്റെ പാത പിന്തുടർന്ന് 2 സഹോദരന്മാരും വിദേശത്ത് ജോലി നേടി. പുതിയ വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് ഒരു ദിവസം ജീവിക്കണം. മൂത്ത മകൻ സ്റ്റെഫിന്റെ വിവാഹം, അതെല്ലാമാണ് വിധി തട്ടിയെടുത്തത്. ഈ വീട്ടിലേക്ക് സ്റ്റെഫിനി എത്തില്ല. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ അവന്റെ ഓർമ്മകൾ എന്നും മായാതെ നിൽക്കും. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24. കുവൈറ്റ് ദുരന്തത്തിൽ തമിഴ്നാട് സ്വദേശികളായ 7 പേർ മരിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി സിൻജി മസ്താൻ അറിയിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. 20 വർഷമായി കുവൈറ്റിലെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്നു തൂത്തുക്കുടി കേവിൽപ്പെട്ടി സ്വദേശി വി മാരിയപ്പൻ. 3 മാസം മുൻപാണ് നാട്ടിൽ വന്നുപോയത്. തീ പടർന്നതോടെ കെട്ടിടത്തിൽ നിന്ന് എടുത്തുചാടിയെങ്കിലും മാരിയപ്പന് ജീവൻ രക്ഷിക്കാനായില്ല. രാമനാഥപുരം തെന്നവന്നൂർ സ്വദേശിയായ രാമു കറുപ്പണ്ണനും സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. വിഴുപ്പുരം ജില്ലയിലെ കൃഷ്ണപുരം ജാഫർബായി സ്ട്രീറ്റിലെ മുഹമ്മദ് ഷെരീഫ്, തിരുച്ചിറപ്പള്ളി നാവൽപ്പട്ടു അണ്ണാനഗർ സ്വദേശി രാജു എബനേസർ, ചെന്നൈ രായപുരം കോർപ്പറേഷൻ കോളനിയിലെ ശിവശങ്കർ, കടലൂർ ജില്ലയിലെ കാട്ടുമണ്ണാർകോവിൽ മുട്ടം ഗ്രാമത്തിലെ ചിന്നദുരൈ, തഞ്ചാവൂർ സ്വദേശി റിച്ചാർഡ് റായി എന്നിവരും ദുരന്തത്തിൽ മരിച്ചു. 24 ചെന്നൈ. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 3 ആന്ധ്രാ സ്വദേശികളും 1 കർണാടക സ്വദേശിയും മരിച്ചു. 2 ആന്ധ്രാ സ്വദേശികളെ കാണാതായിട്ടുണ്ട്. ഗോദാവരി ജില്ലയിലെ നിദാദാവോൾ സ്വദേശികളായ ഈശ്വറും സത്യനാഥനും കുവൈറ്റിലെ ഹൈവേ സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരായിരുന്നു. ഇരുവർക്കും തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ശ്രീകാകുളം സ്വദേശി ലോകനാഥനാണ് മരിച്ച 3ാമത്തെയാൾ. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. പൊള്ളലേറ്റും പുകയിൽ ശ്വാസം മുട്ടിയുമാണ് ആളുകൾ മരിച്ചതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആന്ധ്രാപ്രദേശ് സ്വദേശികൾ പറയുന്നു. ആന്ധ്രാ സ്വദേശികളായ 2 പേരെ കാണാതായിട്ടുണ്ട്. അവധി കഴിഞ്ഞെത്തിയ ഒരാളെ സമയം വൈകിയതിനാൽ ലേബർ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇയാളും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കൽബുർഗി സർസംബ സ്വദേശി വിജയകുമാർ പ്രസന്നയാണ് മരിച്ച കർണാടക സ്വദേശി. 24 ചെന്നൈ. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ പരിപാടികളും സർക്കാർ ഒഴിവാക്കിയിരുന്നു. നാളെയും മറ്റന്നാളും പ്രതിനിധി സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ലോക കേരള സഭ ഡയറക്ടറുടെ ചുമതല ആസിഫ് കെ യൂസഫ് IAS നൽകി സർക്കാർ ഉത്തരവിറക്കി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളുമാണ് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒഴിവാക്കിയത്. ഗവർണർ നിരസിച്ചതിനാൽ മുഖ്യമന്ത്രിയായിരുന്നു ലോക കേരള സഭ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരുന്നത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാളെയും മറ്റന്നാളും നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ലോക കേരള സഭ ഡയറക്ടറുടെ ചുമതല ആസിഫ് കെ യൂസഫ് IAS നൽകി സർക്കാർ ഉത്തരവിറക്കി. നിലവിലെ ഡയറക്ടർ കെ വാസുകി IAS അവധിക്ക് അപേക്ഷിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ ചുമതലയ്ക്ക് പുറമെയാണ് ആസിഫ് കെ യൂസഫിന് ലോക കേരള സഭയുടെ അധിക ചുമതല. കഴിഞ്ഞ സമ്മേളനങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്നും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിട്ടില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് 4ാം പതിപ്പിന് തുടക്കമാകുന്നത്.
200-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 8 വിഷയാധിഷ്ഠിത ചർച്ചകളും മേഖലാ ചർച്ചകളും നടക്കും. 15-ന് ചർച്ചകളുടെ റിപ്പോർട്ടിംഗ്. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയും സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെയും 4ാം ലോക കേരള സഭയ്ക്ക് ശനിയാഴ്ച തിരശ്ശീല വീഴും. 24 തിരുവനന്തപുരം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറ്റലിയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് കൂടിക്കാഴ്ച. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എന്നിവർ ഇറ്റലിയിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി ആദ്യമായി സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തി. കൽദായ സുറിയാനി സഭ മുൻ അധ്യക്ഷന്മാർ അപ്രൈം മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചു. പിന്നീട് മാധ്യമങ്ങൾ കണ്ട സുരേഷ് ഗോപി എയിംസ് കോഴിക്കോട് തന്നെ വേണമെന്ന MK രാഘവൻ MPയുടെ ആവശ്യം തള്ളി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് സുരേഷ് ഗോപി റെയിൽ മാർഗം തൃശൂരിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. സുരേഷ് ഗോപി പിന്നീട് കൽദായ സുറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തേക്ക്. 84ാം പിറന്നാൾ ആഘോഷിക്കുന്ന സഭാ മുൻ അധ്യക്ഷൻ മാർ അപ്രൈം മെത്രാപ്പൊലീത്തയ്ക്ക് ആശംസ നേർന്നു. സന്തോഷമറിയിച്ച് മെത്രാപ്പൊലീത്ത. എയിംസ് വിഷയത്തിൽ MK രാഘവൻ MPക്ക് വീണ്ടും സുരേഷ് ഗോപിയുടെ വിമർശനം. ആർക്കു വേണമെങ്കിലും എയിംസ് ആവശ്യപ്പെടാം, എന്നാൽ പ്രാദേശിക വാദത്തിനപ്പുറം സംസ്ഥാന താൽപര്യത്തിനായിരിക്കണം മുൻഗണനയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചർച്ച എല്ലാവർക്കും ആകാം, പക്ഷെ അത് പ്രാദേശികമാവരുത്. ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല, കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല, തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല. ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിരവധി വികസന പദ്ധതികളാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. 24 തൃശൂർ. തിരികെ സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ ഭാര്യ കൃഷ്ണകുമാരി റായ് MLA സ്ഥാനം രാജിവെച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനകമാണ് ഈ രാജി. എന്നാൽ ഇതുവരെ കാരണം വ്യക്തമായിട്ടില്ല. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ രാജി? ഉന്മേഷ്, ഈ രാജിയുടെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഈ രാജിവെച്ച കൃഷ്ണകുമാരി റായോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജിയുടെ സാഹചര്യം എന്ന് വിശദീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ ഭാര്യയാണ് കൃഷ്ണകുമാരി റായ്. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിനകമാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. രാജി സ്പീക്കർ അംഗീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നാംചി സിംഗ് താങ് എന്ന മണ്ഡലത്തിൽ നിന്നാണ് കൃഷ്ണകുമാരി റായ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുകയും തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ രാജിവെച്ചതായി ഉള്ള വിവരം പുറത്തു വരികയുമായിരുന്നു. രാഷ്ട്രീയപരമായതോ വ്യക്തിപരമായ കാരണത്താലാണോ ഈ രാജി എന്നുള്ള കാര്യം വ്യക്തമല്ല. ആ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വിരമിക്കുന്ന ജഡ്ജിമാർക്ക് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. വിരമിച്ച ശേഷം ചേംബർ ഉപയോഗിക്കരുത്. വിരമിച്ച് 3ാം പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ജഡ്ജിക്ക് ബന്ധമുള്ള എല്ലാ കേസ് രേഖകളും രജിസ്ട്രിക്ക് കൈമാറണം. വിരമിച്ച ജഡ്ജ് ചേംബർ ഉപയോഗിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയത്. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് പുനഃപരീക്ഷ. 1563 വിദ്യാർത്ഥികൾക്കും വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുമെന്ന് NTA സുപ്രീം കോടതി അറിയിച്ചു. ഈ മാസം 23-നാകും പരീക്ഷ നടത്തുക. പരീക്ഷയിൽ അട്ടിമറികൾ നടന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ഹരിയാനയിലെ 6 കേന്ദ്രങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അധിക മാർക്ക് നൽകിയതിനെ തുടർന്ന് 1ാം റാങ്ക് ലഭിച്ചതാണ് വിവാദത്തിന് കാരണമായത്. സുപ്രീം കോടതിയിലെ ഹർജിയിൽ NTA സമിതി നൽകിയ റിപ്പോർട്ടിലാണ് അധിക മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്താമെന്ന് നിർദ്ദേശിച്ചത്. പുനഃപരീക്ഷ എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴികെയുള്ള മാർക്ക് ആ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുമെന്നും NTA കോടതിയെ അറിയിച്ചു. ഈ റിപ്പോർട്ടാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. കൗൺസിലിംഗ് തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി NTAയോട് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ 1563 ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ മാസം 23-ന് പുനഃപരീക്ഷ നടക്കുക. പരീക്ഷാഫലം 30-ന് തന്നെ പ്രഖ്യാപിക്കും. പുനഃപരീക്ഷയ്ക്കായി വിജ്ഞാപനം ഇന്നിറക്കും. പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. നീറ്റ്, JEE
और CUET। इतने बड़े देश में जब 13 लैंग्वेज में एग्जामिनेशन होगा, विश्व के कई देशों में एग्जामिनेशन सेंटर होगी, कई प्रकार के स्टूडेंट्स उसमें पार्टिसिपेट करते हैं। जो घटना हमारे सामने आई, निश्चित रूप में दोषियों को उसमें दंड दिया जाएगा, लेकिन मैं विद्यार्थियों को मुख्यतः और अभिभावकों को आश्वस्त करना चाहूंगा। ഈ വർഷത്തെ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് ബേത്തയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ചിന്റെ ഇടപെടൽ. 24 ഡൽഹി. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധവുമായി SFI കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും സംഘർഷമുണ്ടായി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് SFI പ്രതിഷേധം. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ മറികടന്ന് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. SFI ജില്ലാ പ്രസിഡന്റ് ടി താജുദ്ദീന് തലയ്ക്ക് അടിയേറ്റു. തിരുവനന്തപുരത്ത് AG's ഓഫീസ് മാർച്ചിന് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ച്. 24 കോഴിക്കോട്. രാത്രികാല നിയന്ത്രണത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളോട് പ്രതികാര നടപടിയുമായി കോഴിക്കോട് NIT 5 വിദ്യാർത്ഥികൾ 33 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന് രജിസ്ട്രാർ നോട്ടീസ് നൽകി. രാത്രി ക്യാമ്പസ് വിട്ട് പുറത്തു പോകുന്നത് തടഞ്ഞതിനെതിരെ മാർച്ച് 22 നടന്ന സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് നടപടി. 6,61,155 രൂപ വീതം പിഴയടക്കണമെന്നാവശ്യപ്പെട്ട് 5 വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രാർ നോട്ടീസ് നൽകി. രാവിലെ 7:30 മുതൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം കാരണം അധ്യാപകർക്കുൾപ്പെടെ ക്യാമ്പസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ പ്രവൃത്തി ദിവസം നഷ്ടമായതിനാൽ സ്ഥാപനത്തിന് 33 ലക്ഷം രൂപ നഷ്ടമുണ്ടായെന്ന് നോട്ടീസിൽ പറയുന്നു. CCTV ദൃശ്യങ്ങൾ, ഫോട്ടോഗ്രാഫ്സ്, മാധ്യമ വാർത്തകൾ എന്നിവ പരിശോധിച്ചാണ് പ്രധാന ഗേറ്റ് അടച്ചുപൂട്ടിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് എന്ന് നോട്ടീസിൽ പറയുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് മുന്നറിയിപ്പ്. 24 കോഴിക്കോട്. പ്രവാസി മലയാളി ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരം മന്ത്രി സജി ചെറിയാൻ നിന്ന് 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ ഏറ്റുവാങ്ങി. 24 സംപ്രേഷണം ചെയ്യുന്ന അമേരിക്കൻ ഡയലോഗിനാണ് മികച്ച പ്രവാസികാര്യ പരിപാടിക്കുള്ള പുരസ്കാരം. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്ന പ്രവാസി നേതൃസംഗമവും മാധ്യമ പുരസ്കാര വിതരണവും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. സൂര്യനെല്ലി പീഡനക്കേസിൽ അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയ മുൻ DGPക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. CB മാത്യൂസ് എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ അതിജീവിതയെ തിരിച്ചറിയാൻ കാരണമാകുമെന്ന് കോടതി. ജമ്മു കശ്മീരിൽ ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കി സുരക്ഷാസേന. ഡോഡാഡ് ജില്ലയിൽ ആക്രമണം നടത്തിയ 4 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസിൽ അറസ്റ്റ് വാറന്റ്. CID കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യലിന് ഇന്നലെ ഹാജരാകാതിരുന്നതോടെ. 2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ 8-ൽ ന്യൂസിലൻഡിനെ 13 റൺസിന് തോൽപ്പിച്ചു. രണ്ടാം തോൽവി വഴങ്ങിയ കിവികളുടെ സൂപ്പർ 8 സാധ്യത തുലാസിൽ. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തുടർച്ചയായി 3ാം തവണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. ആലപ്പുഴ രാമഗിരി പഞ്ചായത്ത് 5.5 പതിറ്റാണ്ട് നീണ്ട LDF ഭരണത്തിന് അന്ത്യം. CPIM പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. പ്രൈം ന്യൂസ് പൂർത്തിയാകുന്നു.